ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹരിതാരവം 2025 കുറവലങ്ങാട് കോഴയിൽ സയൻസ് സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ജില്ലാ കൃഷിത്തോട്ടത്തിലെ ഫാം ഫെസ്റ്റ്, വിളംബര റാലി, സാംസ്കാരിക ഘോഷയാത്ര, കാർഷിക പ്രദർശനവും വിപണനവും, സെമിനാറുകൾ, ഭക്ഷ്യമേള, കലാസന്ധ്യ തുടങ്ങിയവ ജില്ലാ പഞ്ചായത്തും കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും കൂടി നടത്തുന്ന ഹരിതാരവം 2025 എന്നുള്ള പരിപാടിയാണ്. കുറവലങ്ങാട് നിന്ന് വരുമ്പോഴത്തേനും വഴിയുടെ വലതുവശത്താണ് സയൻസ് സിറ്റി തുടങ്ങുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ജില്ലാ കൃഷിത്തോട്ടത്തിലാണ് ഈ പ്രദർശന സ്റ്റാളുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ആ സ്റ്റാളുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റാളുകളിലെ കാഴ്ചയും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് വടക്കോട്ട് പോകുന്ന മോനിപ്പള്ളി മൂവാറ്റുപുഴയ്ക്കുള്ള റോഡ്. വലതുവശത്ത് കാണുന്നതാണ് സയൻസ് സിറ്റിയുടെ കോമ്പൗണ്ട്. ഇത് കുറവലങ്ങാട് കോട്ടയം ഭാഗത്തുനിന്ന് വരുന്ന വഴി. അതിൻ്റെ അകത്തേക്ക് കയറുന്ന ഭാഗത്തിൻ്റെ രണ്ട് സൈഡും വളരെ മനോഹരമായിട്ട് അവിടുത്തെ ചെടികളൊക്കെ വെട്ടിയൊതുക്കി പെയിൻറ് ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു. അകത്തേക്ക് കയറുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡാണ് ഇവിടെ കാണുന്ന ആ ചെറിയ കെട്ടിടത്തിലാണ് നമ്മൾ സാധാരണ ഇവിടുന്ന് ചെടികളൊക്കെ മേടിച്ചു കഴിയുമ്പോഴത്തേനും പൈസ പേ ചെയ്യുന്നത്. അവിടെ ഓഫീസാണ്. ഇവിടുന്ന് ഇടത്തേക്ക് പോകുമ്പോഴാണ് ചെടികളൊക്കെ നമുക്ക് കിട്ടുന്ന സ്ഥലം. ഇവിടുന്ന് ഇടത്തേക്കുണ്ട്, അതുപോലെ വലത്തേക്കുള്ള ഇതിലും സ്റ്റാളുകളുണ്ട്. പിന്നെ നേരെ മുകളിലോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ അവിടെയും സ്റ്റാളുകളുണ്ട്. നമ്മൾ ഇടത്തേക്കുള്ള വഴിയിലേക്ക് പോകുമ്പോൾ കാണുന്ന സ്റ്റാളുകളാണ്. ഫുഡ് കോർട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ചെടികൾ കിട്ടുന്നത്. അത് കണ്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും നേരെ പിന്നെയും വേറെ സ്റ്റാളുകളാണ്. ഈ മേള സെപ്റ്റംബർ 26 തൊട്ട് 30 വരെയാണ്.
ചെടികൾ ചെടികളും കലാകാരൻ്റെ കലാവിരുതുകളും കൂടി ചേർന്നപ്പോൾ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഫുഡ് ഐറ്റംസിൻ്റെയും എല്ലാം സ്റ്റാളുകളുണ്ട്. ഇവിടെ ജാക്ക് ഫ്രൂട്ടിൻ്റെ ചക്ക വറുത്തതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. മുട്ടയുടെ പ്രമോഷനാണ്. പല ടൈപ്പ് കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെ കിട്ടും. കാർഷിക വിഭവങ്ങളുണ്ട്. ചിരട്ടയിലുണ്ടാക്കിയ ഐറ്റംസ് ഉണ്ട്. വിവിധ തെങ്ങിൻ തൈകളുണ്ട്. ഈ സ്റ്റാളിൽ തന്നെ കത്തികളും അച്ചാറുകളും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെയും കാർഷിക വിഭവങ്ങളുണ്ട്. കപ്പ മൂടോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പള്ളം ബ്ലോക്കിൻ്റെ സ്റ്റോളുണ്ട്. ഈരാട്ടുപേട്ട ബ്ലോക്കിൻ്റെ, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക്. ചക്കകളുണ്ട്.
ഇവരുടെ തന്നെ കൃഷിത്തോട്ടം കോഴായുടെ കാർഷിക ക്ഷേമ വികസന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, സ്റ്റെയിൻസ് കമ്പനിയുടെ, സ്റ്റുഡൻസ് ഇന്ത്യ, ബാങ്കിൻ്റെ, അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ, മത്സ്യഫെഡ് തുടങ്ങിയവയുടെ സ്റ്റാളുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡ്രയറുടെ സെൻറ്റ് തോമസ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ചിങ്ങവനത്തിൻ്റെ ഡ്രയർ, വിവിധ കാർഷിക ഐറ്റംസ് ഉണങ്ങാൻ പറ്റിയ ഡ്രയറുകൾ, നമ്മളിവിടെ ഒരു ഔഷധ സസ്യങ്ങളുടെ ഒരു സാമ്പിൾ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നുവിട്ടിരിക്കുന്നത്. എല്ലാ ചെടികളുടെയും സൈഡിൽ അവർ ബോർഡ് തൂക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ അതെല്ലാം ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൂവളം, തിരുതാളി, അരയാല്, കച്ചോലം, വിളർമരം, രക്തചന്ദനം, ഇൻസുലിൻ ചെടി, ആനച്ചവിട്ടി, അങ്ങനെ ഉഴിഞ്ഞ, മുക്കുറ്റി, കറുക, മുഞ്ഞ, കയ്യോന്നി, നീലയമരി, പേരാൽ, ഊത്, നീർമാതളം, നക്ഷത്രവനം, നാഗമരം, നെല്ലി, അത്തി, ഓരോ നാളുകാരുടെ മരമാണെന്ന് തോന്നുന്നു. നാളും കൂടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അത്തി, കാർത്തിക, ആയില്ലെന്നാകെ, മകയിരം, കരിങ്ങാലി, കരിമരം, തിരുവാതിര, നീർമരുത്, ചോതി, തേന്മാവുണ്ട്, നക്ഷത്രവനം, നക്ഷത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മരങ്ങളാണ് നക്ഷത്രവനം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഓരോ നക്ഷത്രത്തിനും പറഞ്ഞിരിക്കുന്ന മരങ്ങളാണ് ഈ നക്ഷത്രവനത്തിലുള്ളത്. ഒരു മൂലം, വെള്ളിപ്പൊയിൽ, എരുക്ക്, അതിനോടുകൂടി അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് വളരെ വിവിധ വെറൈറ്റി ചെമ്പരത്തികളുണ്ട്. കരിമഞ്ഞൾ, ചങ്ങലംബ്രണ്ടയാണ് നമ്മുടെ എല്ലിനൊക്കെ അരച്ചിടുന്നത്. കരിമഞ്ഞൾ, ചെറുവഴുതനുണ്ട്, കാരച്ചെടി, പയ്യാനി, ചെത്തിക്കൊടുവേലി, ഇവിടെയാണ് മുല്ലകളുടെ ഒരു ശേഖരം.
ഒരുക്കിയിരിക്കുന്നത്. ജലശുദ്ധീകരണത്തിൻ്റെ ഒരു ഇതുണ്ട്, ഒരു സ്റ്റോളുണ്ട്. ഇവിടെ പ്ലാവുകൾ അതുപോലെയുള്ള ചെടികളുടെയൊക്കെ സ്റ്റോളാണ്. മാവുണ്ട് എല്ലാം. അപ്പോൾ ഇത് ഹോം ഗ്രൗണ്ടിൻ്റെ ഇതാണ്, സ്റ്റോളാണ്. ഹോം ഗ്രൗണ്ടിൻ്റെ സാമ്പിൾ ചെടികളുണ്ട്. ഇതവരുടെ കോഴ കൃഷി വകുപ്പിൻ്റെ ചെടികളൊക്കെയാണ്. അവരുടെ റോസ് ചെടികളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രദർശനം കാണാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.